ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സിറോ മലബാർ സഭ ആസ്ഥാനത്ത് പ്രതിഷേധം. എറണാകുളം സെന്റ് തോമസ് മൗണ്ടിലാണ് 100ഓളം പേർ പ്രതിഷേധിക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് സാഹചര്യം? അശ്വിൻ, രജിത്ത്, ഏകീകൃത കുർബാന വിഷയം കുറെ നാളുകളായി തുടരുകയാണ്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറാവാത്ത വൈദികരെ ശിക്ഷിക്കണം, അവരെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് സെന്റ് തോമസ് മൗണ്ടിൽ ഒരു ഉപരോധം നടന്നത്. അത് അല്പസമയം മുമ്പ് അവസാനിച്ചു. അവർക്ക് ചില ഉറപ്പുകൾ സഭയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പിന്മാറാത്തോട് പോലീസിനെ അടക്കം ഉപയോഗിച്ചവരെ ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. എന്തായാലും ഉപരോധം അവസാനിപ്പിച്ച് സംഘടനയുടെ പ്രതിനിധികൾ ഇപ്പോൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ചർച്ചയിൽ എന്താണ് വന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. എന്താണ് അവസാന നടപടി? അവർ ചർച്ചയിൽ ഈ അച്ഛന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള കത്തുകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇത് ആദ്യം സംബന്ധിച്ച കാര്യമല്ല. ഇത് ഞങ്ങളുടെ മുമ്പിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ അവർ തയ്യാറുമായിരുന്നില്ല. പക്ഷേ ഞങ്ങളിത് രാവിലെ 6:30 മുതൽ വിശുദ്ധ കുർബാന അടക്കം ഇവിടെയുണ്ട്. അവിടെ വന്ന് തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. ഇവിടെ ഒച്ചപ്പാടോ ബഹളമോ മുദ്രാവാക്യം വിളിയോ അല്ലെങ്കിൽ കരിയോയിൽ ഒരിക്കലും ഒന്നും ഉണ്ടായില്ല. ഞങ്ങളവിടെ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥന അവസാനം അവർ തന്നെ സമ്മർദ്ദത്തിലായി. ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങളതിന് തയ്യാറായില്ല. ഞങ്ങൾ ശാന്തമായി ഞങ്ങളുടെ ക്രൈസ്തവ ചൈതന്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. നടപടി ഉറപ്പാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ ഉറപ്പിൽ ഞങ്ങൾ വിശ്വസ്തരാ. ഇനി അതില്ലെങ്കിൽ അവരുടെ സ്വഭാവം പരിഗണിച്ചാൽ മതി. രജിത്ത്, എന്തായാലും ഉപരോധത്തിനൊടുവിൽ ചില കാര്യങ്ങൾ അവരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടിക്ക് സഭ ഒരുങ്ങുന്നു എന്നുള്ള രീതിയിലാണ് അകത്തുനിന്ന് ഇവർക്ക് മറുപടി നൽകിയിരിക്കുന്നത്. അതായത് വൈദികർക്ക് പ്രാരംഭ നടപടി എന്നോണം നോട്ടീസ് നൽകി എന്നുള്ളതാണ് സഭയ്ക്കുള്ളിൽ നിന്ന് ആർച്ച് ബിഷപ്പ് ഔദ്യോഗികമായി ഇവരെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സമരക്കാർ അറിയിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും സീറോ മലബാർ സഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഉപരോധ സമരം അവസാനിച്ചു. പോലീസ് ഇടപെടൽ ഉണ്ടായിരുന്നു എങ്കിലും സമാധാനപരമായി തന്നെ ഉപരോധം അവസാനിച്ചിട്ടുണ്ട്. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു.